നമുക്ക് ആ ട്രീറ്റ് നോക്കാൻ പോവാം. ഓക്കെ. സർവീസ് ഇല്ലേ? 2 വർഷമായിരുന്നു ഓരോ സർവീസിനും. എത്ര ഫ്രീ സർവീസ്? എത്ര? 3. അതിനെല്ലാം റിവാർഡ് കയറുമോ? അതോ ഇല്ല? ടയർ വാറണ്ടി, അതായത് ഇപ്പം നമ്മള് MRF അപ്പൊ MRF പോയിട്ട് പറഞ്ഞാൽ മതി. അതായത് ഏകദേശം ഒരു 1.5 ആഴ്ചയ്ക്കാണ്. അല്ല, ആക്ച്വലി ടയറിന് വാറണ്ടി ഇല്ലേ? വാറണ്ടി ആയിട്ടില്ല, ക്ലെയിം ചെയ്യണം. ചേച്ചിയുടെ സ്വിഫ്റ്റിന്റെ ടയർ പൊട്ടി ചെയ്യാൻ പറ്റുമോ? ഇത് നമ്മുടെ അതിൻ്റെ സെയിം ഒരു കോപ്പി. ഇത് നമ്മുടെ ടാക്സിൻ്റെ പേപ്പർ, നമ്മുടെ ഫോം 20 രജിസ്ട്രേഷൻ ഫോം 22, ഇത് നമ്മുടെ ഇൻഷുറൻസിൻ്റെ പേപ്പർ ഒരു കോപ്പി, നമ്മുടെ ഫാസ്റ്റാഗ് ഓൾറെഡി നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. അതൊരു 100 രൂപ സംതിങ് ബാലൻസ് ഉണ്ടാവും. അത് നമ്മുടെ വണ്ടിക്ക് ഇപ്പം പമ്പിൽ ചെന്ന് പെട്രോൾ അടിക്കുമ്പോൾ ചിലപ്പോൾ പെട്രോൾ മാറി ഡീസൽ അടിക്കുക. നമുക്ക് വലിയൊരു ചിലവുള്ള സംഭവം. ഈ സംഭവം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് മാറി അപ്പോൾ വന്നാലും അറിയാൻ പറ്റുള്ളൂ. ചേച്ചി വേറെ എന്തെങ്കിലും ഡീല വന്നിട്ടുണ്ട്, എന്തെങ്കിലും കേട്ടിട്ടുണ്ട്. അപ്പോഴ് നമുക്കകം ഇന്റീരിയർ ചെക്ക് ചെയ്യാം അല്ലേ, ഓരോന്നായിട്ട്? അത് ഇന്ത്യയിൽ അതൊക്കെ ഈ ഇൻഫോർടൈൻമെന്റ് നമുക്ക് ഇൻബിൽറ്റ് ചെയ്യുന്നതാണ്, വണ്ടിയിൽ തന്നെ ഉള്ളതാണ്. നമുക്ക് ഇത് ആക്സസറീസിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്ന സാധനം ഈ ക്യാമറ, വീഡിയോ റെക്കോർഡറാണ്. ZXi പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഹിഡൻ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് മറ്റ് വേരിയന്റുകളില്ല. അപ്പോൾ നമ്മളതിൻ്റെ എക്സ്റ്റീരിയർ സൈഡുകളെല്ലാം ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയ വണ്ടി എടുക്കുകയെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യണം. വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ, നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് മാക്സിമം അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതാ ഇതില്ലേ പേപ്പറിനകത്തെ ചേസ് നമ്പർ ഉണ്ട്, അതൊന്ന് വെരിഫൈ ചെയ്യും. ഞങ്ങളല്ല കേട്ടോ, ഞങ്ങളുടെ മുതലാളിയുടെ പ്രശ്നമാണ്. ടൂൾസ് എന്തൊക്കെയുണ്ട്? ജാക്കി തിരിക്കാനുള്ള അല്ല, എല്ലാം ഉണ്ടാവണമല്ലോ. ഇനി അതിന്റെ ജാക്കി ഇവിടെ ഇരിക്കുന്ന ജാക്കി ഇവിടെ ഉണ്ട്. ഞങ്ങൾ സ്വിഫ്റ്റിന്റെ ജാക്കിക്ക് വേണ്ടി കുറെ അലഞ്ഞായിരുന്നു. അത് നോക്കിക്കേ, മാനുഫാക്ചറിങ് ഇയർ. നീ കോട്ടയത്ത് കൊണ്ടുപോകുമ്പോൾ പൊട്ടിച്ചിട്ട് വല്ല മാറ്റിയെങ്കിലും അല്ലേ? ചിലതൊക്കെ എത്ര ചെക്കപ്പ് കഴിഞ്ഞ് വരുന്നതെന്നറിയില്ല. മാരുതി അവാർഡ് തരുമായിരിക്കും ചിലപ്പോൾ. ആദ്യത്തെ കസ്റ്റമറാണ് ഇത്രയും തറവായിട്ട് ചെക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ചന്തക്കാളി മേടിച്ചാലും ചെക്ക് ചെയ്തേ മേടിക്കും. അപ്പോൾ 10 ലക്ഷത്തിന്റെ വണ്ടി അതിലും നല്ലതായിട്ട് ചെക്ക് ചെയ്യണ്ടേ? ടയർ കണ്ടീഷൻ ചെക്ക് ചെയ്തേ? ഓക്കെ ആണോ? ഓക്കെ, ഔട്ട് സൈഡ് എല്ലാം ഓക്കെ ആണ്. ഈശ്വരാ, ഈ ഗതികേട് ഇല്ലേ ആർക്കും വരുത്തരുത്. ഇതിനകത്തൊന്നും പെടാതെ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളില്ലേ? അത് ക്യാമറ ഇതാ. ഫ്രണ്ട് ബമ്പർ പ്രൊട്ടക്ടർ, അതന്നെ ഫ്രണ്ട് ബമ്പർ പ്രൊട്ടക്ടർ. അതാണ് പട്ടുമ്പോഴൊക്കെ ഇവിടെ അടി വരെ അയക്കാൻ വേണ്ടി റിയർ ബമ്പർ പ്രൊട്ടക്ടർ. ബാക്കിലുണ്ട് ഇത് റിയർ വൈപ്പർ. അത് ഓൾറെഡി ഉള്ളോ? അത് വെച്ചതാ നമ്മള്? അല്ല, ലെഫ്റ്റ് അല്ല, വണ്ടിയിലുള്ള ഫീച്ചറാണ്. ഇനി താക്കോൽ ദാനം. സഹായിച്ച അല്ലേ കട്രുവാലു. താങ്ക് യു. പോപ്പുലർ റാന്നി സ്റ്റാഫിന് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. അലനാണ് ഞങ്ങളെ പെടുത്തിയത്. ഇത് താങ്കളുടെ പേര്? എൻ്റെ പേര് റനോ. അഖിൽ. പിന്നെ ഏബൽ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും ഇതുപോലെ വരാൻ സാധിക്കട്ടെ. പിന്നെ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുക. നല്ല സർവീസാണ്, നല്ലതായിട്ട് പേശി മേടിക്കുക.
അതെ അതെ അതെ, ഇത് നല്ല സഹകരണമാണ്. നല്ലതായിട്ട് എല്ലാ ഓഫറുകളും തരുന്നുണ്ട്. റാന്നി പോപ്പുലർ. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ലേഡീസ് ചെയ്യൂല്ലേ? ഇപ്പോഴല്ലേ പോയി. ഓ